വല്ലാത്ത പ്രയാസം. എല്ലാ സർക്കാർ ഏത് സർക്കാർ വന്നാലും നിന്നെ ഏതെങ്കിലും സർക്കാരിന്റെ ആളാക്കണ്ട, അപ്പൊ ഒരു വഴി നമുക്കില്ല. അതേസമയം ഏത് സർക്കാർ വന്നവരും സഹോദരന്മാരെ കള്ളു കുടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. വിഷമദ്യം കുടിക്കരുത്, കള്ളിന്റെ വിഷയം വിനയത്തിന് പിന്നെ വിഷയാക്കുന്ന ആവശ്യം. ഇതിന് വിഷമെന്ന് പറയാം. വിഷമെന്നെന്തിനാ പറയാ? ആത്മാവിനും ശരീരത്തിനും മനസ്സിനും കേടുവരുന്ന സാധനത്തിന്റെ പേരല്ലേ വിഷമം. അതിലേ വിഷമം വരുന്നത് കള്ളുപിടിച്ചാണ്ടാവുന്നതല്ലേ. കള്ളുപിടിച്ച ആരോഗ്യം ഉണ്ടാവുന്ന ഡോക്ടറാണ്, അയാളെ പേരൊന്നും കേട്ടെ. കള്ളുപിടിച്ചാൽ ആരോഗ്യം വർദ്ധിക്കുന്നതല്ലേ ഡോക്ടറാണ്, ഏതോ ഡോക്ടർ പറഞ്ഞു. കള്ളുകൂടി കൊണ്ട് നാശം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിദഗ്ധനായ ഒരു വ്യക്തിയാരാ, ഒരു ബുദ്ധിയുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്, കള്ളുകൂടിയുടെ വിഷം എത്രയാ? കുടിക്കുന്നവർ മാത്രം ഇപ്പൊ പറയാൻ സമയമില്ല. സുബ്ഹാനല്ലാഹ്, കുടിക്കുന്നവൻ കുടുങ്ങി. കാരണം അവൻ നടത്തം തന്നെ റെഡിയാവില്ല. സീബോ ഹിമാബിനോട് ഒരാൾ ചോദിച്ചു, ഉസ്താദേ രാമൽക്ക് എങ്ങനെയായിട്ടുണ്ട്? നമുക്ക് കള്ളുട്ട് നടത്തുമ്പോഴാണ് രാമൽക്ക് എങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞാൽ മറ്റേ കണ്ടാക്കിയിട്ടുള്ളത്. ആ മാതിരി നടന്ന ഫലമതിയാവില്ല. ബുദ്ധി അവനോട് പോയി ഉമ്മാനോട് പറഞ്ഞ് ഭാര്യയോട്, ഉമ്മാനോട് പറഞ്ഞ് ഭാര്യയോട്, ഭാര്യയോട് പറഞ്ഞ് ഉമ്മാൻ, പാപ്പാനോട് പറഞ്ഞ് മാനോട്, മാനോട് പറഞ്ഞ് പാപ്പാനോട്. ബുദ്ധി പോയി. ശരീരമോ, ശരീരത്തിന് ക്യാൻസർ രോഗം വിളിച്ചു, ഒരുപാട് രോഗം വന്നു. എന്റെ ചെറുപ്പക്കാരെ തീർന്നോ? ഇല്ല, നാശങ്ങൾ കുറച്ച എന്റെ കയറി വന്നിട്ടതാ. ഞാൻ ഒരു സ്ത്രീ പൊട്ടിക്കരയാണ്, കരഞ്ഞിട്ട് പറയാണ്, ഉസ്താദേ വീട്ടിൽ വന്നിട്ട് കള്ളു കുടിച്ച് വന്നിട്ട് വല്ലാത്ത പ്രയാസം, മക്കൾക്കും പ്രയാസം, ഞങ്ങൾക്കും പ്രയാസം. ഉസ്താദ് എന്താ ഞാൻ വേണ്ടത്? അള്ളാഹുനാകട്ടെ, അള്ളാഹുത്തല ആ കള്ളു കുടിച്ചിട്ട് സങ്കടം കള്ളു കുടിച്ചിട്ട് പ്രയാസം കൊണ്ട് സങ്കടം പറഞ്ഞാവുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ കഴിയും? നിനക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത കാര്യമുണ്ടോ? ആ മനുഷ്യന്റെ മനസ്സ് നന്നാക്കി കള്ളുകുടിയിൽ അദ്ദേഹത്തെയും അതുപോലെ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകളും നീ മോചിപ്പിക്കണം. റഹ്മാനെ, ചെറിയ വിഷയമാണോ സഹോദരന്മാരെ? നെജസല്ലേ കള്ളു? ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കണം. നെജസല്ലേ കള്ളു? ഏത് നെജസ്? കാഴ്ചത്തെക്കാൾ ഗൗരവമുള്ള നെജസല്ലേ? മൂത്രത്തെക്കാൾ ഗൗരവമുള്ള നെജസല്ലേ? ഇപ്പൊ പറയാൻ സമയമില്ല. നിങ്ങൾ നോക്ക്, കാട്ടിച്ചാലും മൂത്രമൊഴിച്ചാലും നിങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചതല്ലേ കല്ലുകൊണ്ട് മെനയിക്കുക എന്നാ പറഞ്ഞോ? കല്ലുകൊണ്ട് മെനയിക്കുക, കട്ട കൊണ്ട് മെനയിക്കുക, തുണി കൊണ്ട് മെനയിക്കുക, വീഴച്ചുകൊണ്ട് കടലാസുകൊണ്ട് മെനയിക്കുക. മെനേണ്ട, നിന്റെ മെന തുടച്ചാൽ മതിയും. അതെ, അതിന് നിബന്ധന പ്രകാരം തുടങ്ങണം. ആ നിബന്ധന പ്രകാരം തുടച്ചാൽ മതി. എപ്പോ? കാട്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്ത മലവും മൂത്രവും ശുദ്ധീകരിക്കാൻ, എന്നിട്ട് നിസ്കരിക്കാനേ തുടച്ചാൽ മതി. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കുറ്റി കള്ള് ഒരു മനുഷ്യന്റെ കൈമ തുള്ളി ഇറ്റിപ്പോയി, അല്ലെ കുപ്പായത്തിൽ ഇറ്റിപ്പോയി, അത് ഉണങ്ങിപ്പോയി, അതിന് മണമില്ല, രുചിയില്ല, നിറയില്ല, ഒന്നുമില്ല. എന്നാ അവൻ നിസ്കരിക്കാൻ പറ്റുമോ? 1000 തുണിയെടുത്ത് തുടച്ചാൽ നിസ്കരിക്കാൻ പറ്റുമോ? 1000 കട്ടയെടുത്ത് തുടച്ചാൽ നിസ്കരിക്കാൻ പറ്റുമോ? 1000 കല്ലുകൊണ്ട് തുടച്ചാൽ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, കഴിയാലോ. അത്ര ഗൗരവമുള്ള സാധനങ്ങൾ, അത്ര ഗൗരവമുള്ള സാധനങ്ങൾ. ഇനി ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഒരു കോഴി പറന്നു വന്ന് ബക്കറ്റ് വെള്ളത്തിൽ വീണു. അപ്പൊ കോഴിയുടെ മത്സരത്തിന് മേശത്താവുന്ന, കാരണം കോഴി മനസ്സിലില്ലല്ലോ, ഇല്ലേ? കോഴിയോടെ വീടുകളുണ്ട്, ബാത്റൂമിൽ വെള്ളവും വെച്ച് കയറുന്നത് ഇല്ലല്ലോ. അപ്പൊ അതിന്റെ മത്സരത്തിന് മരം ഉണ്ടാവും നോക്കുകയാണ്. അതുകൊണ്ട് ആ ബക്കറ്റിലെ വെള്ളം മേശാവൂല്ലേ? 10 വീട് മനസ്സിലാത്ത. അതുകൊണ്ട് ആ വെള്ളം മേശാവൂല്ലേ? 10 വീട് എന്ത് പറഞ്ഞു? അതിന് വിട്ടുവീഴ്ച. അതിന് വിട്ടുവീഴ്ച, ആ ബക്കറ്റ് വെള്ളത്തിന് വിട്ടുവീഴ്ച, ആ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതിന് പറ്റില്ലാന്ന്. അപ്പൊ എന്താ? കോഴിക്കാട്ടത്തിനും ചെറിയ വിട്ടുവീഴ്ച, ഛർദ്ദിച്ചതിന് വിട്ടുവീഴ്ചയുണ്ട്. സ്ത്രീകൾ ചെറിയ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുല കൊടുക്കുന്ന കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കും. അതിന് തൊള്ള കഴുകാനൊന്നും കഴിയില്ല. ഇനി അള്ളാഹുവിന്റെ വെള്ളാക്കി കൊടുത്തിട്ട് അതുകൂടി കിടക്കാനല്ലാതെ ആ കുട്ടിയുടെ തൊള്ള കഴുകാനും കഴിയില്ല. അപ്പൊ ഈ കുട്ടി ഉമ്മയുടെ മുല കുടിക്കുന്നു. ഉമ്മയുടെ മുല കുടിക്കുമ്പോൾ മുലയിൽ ഛർദ്ദിയായില്ലേ, തൊള്ളയിൽ ഛർദ്ദിയായില്ലേ, ഛർദ്ദിച്ചതിനനുസരിച്ചല്ലേ. പക്ഷെ ആ ഉമ്മാക്ക് മുല കഴുകാതെ തന്നെ നിസ്കരിക്കാം. ഉമ്മാക്ക് മാത്രമല്ല വിട്ടുവീഴ്ചയായിട്ടോ വേറെ ആർക്കും വിട്ടുവീഴ്ചയില്ല, വേറെ ആർക്കും പരിപാടിയില്ലല്ലോ. അപ്പൊ ഇരിക്കട്ടെ, അപ്പോ മുല കുടിക്കുന്ന ഉമ്മ കുട്ടിയുടെ തൊള്ളയിലെ ഛർദ്ദിക്ക് വിട്ടുവീഴ്ചയുണ്ട്, ഒരു സ്ഥലത്തെങ്കിലും വിട്ടുവീഴ്ചയുണ്ട്, കോഴിക്കാട്ടത്തിന് വിട്ടുവീഴ്ചയുണ്ട്, മനുഷ്യന്റെ കാട്ടത്തിനും മൂത്രത്തിനും വരെ വിട്ടുവീഴ്ചയുണ്ട്. എന്നാൽ കള്ളിന്റെ റാക്കിന്റെ, ബ്രാൻഡിയുടെ, വിസ്കിയുടെ, കള്ളിന്റെ, ബാറിന്റെ, യൂരിന്റെ, നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, ലഹരിയാണോ? വിട്ടുവീഴ്ചയില്ലാത്ത നജസാണ്. ഈ നജസ് എങ്ങനെ മുസ്ലിമായ മനുഷ്യൻ കുടിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇനി ഞാൻ പറയട്ടെ, ആ നജസ് കുടിച്ചാലോ സഹോദര ക്യാൻസർ ഉണ്ടാകുമെന്ന് മാത്രമാണോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള മുഴുവൻ സർക്കാരുകളും കള്ളുകുടി വിരോധിക്കാൻ പഠിക്കുന്നതിന്റെ കാരണം ടാക്സ് കിട്ടുന്നത് കുറഞ്ഞു പോകുന്നതാണ് അവരുടെ കാഴ്ചപ്പാട് പോൽ.
ഞാൻ ചോദിക്കട്ടെ, ഈ കള്ളുകുടിയുണ്ടാകുന്ന നാശത്തിന്റെ പേരിൽ സർക്കാരുകൾ ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരു ചെറിയ ശതമാനം പോലും വാസ്തവത്തിൽ ടാക്സ് കിട്ടുന്നില്ല. പക്ഷേ ചിന്തിക്കാൻ ഒരു സർക്കാരും തയ്യാറില്ല. നിങ്ങൾ നോക്കൂ, റോഡപകടങ്ങളിൽ ഏകദേശ റോഡപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഏകദേശ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഏകദേശ പ്ലെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഏകദേശ തല്ലുമുടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഏകദേശ ആത്മഹത്യകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഏറെക്കുറെയുള്ള എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് എന്തിന്റെ പേരിലാണ്? ചോദിക്കട്ടെ, കണ്ണു കുടിച്ച് വണ്ടി ഓടിച്ചിട്ട് എത്ര പേരാ ആക്സിഡന്റ് ആയത്? എത്ര പേരാ അപകടത്തിൽപ്പെട്ടത്? എത്ര കുടുംബമാണ് അതാ അനാഥമായത്? എത്ര സ്ത്രീകളാണ് അതാ വിധവകളായത്? എത്ര വണ്ടികളാ നശിച്ചത്? എത്ര വാഹനങ്ങളാ തകർന്നത്? എത്ര ആശുപത്രികളാ നിറഞ്ഞത്? അതേ ചോദിക്കട്ടെ, കള്ളും കുടിച്ചിട്ട് ദേവാലയത്തിൽ പോയിട്ട്, കള്ളും കുടിച്ച് മാപ്പിള മുസ്ലിം കള്ളും കുടിച്ച് ദേവാലയത്തിൽ അമ്പലത്തിൽ പോയി എങ്കിൽ ചില ആളുകൾ പോകേണ്ടത് എവിടെയാണെന്നൊരു ബോധവുമില്ലാത്തവർ, മുസ്ലിമേ നീ പോകേണ്ടത് അന്യന്റെ ദേവാലയത്തിലല്ല, അമ്പലത്തിലല്ല. ചില സ്ത്രീകളും ചില പുരുഷന്മാരും മലപ്പുറം ജില്ലയിൽ ഉണ്ടാവില്ല, ഞാൻ മനസ്സിലാക്കുന്നത്. കാസർഗോഡ് ഞാൻ സ്ഥലത്ത് വയലിൽ പോയി, എന്നോട് പോയാൽ സാറേ ഇവിടെ കുറെ പെണ്ണുകൾ പകുതി ധരിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഞാൻ സ്റ്റാൻഡിലും അത് ആലി ചെയ്താത്തൊരു ചെറുത്താൻ, ചെറുത്താന്റെ പേര് ആലീന, മുസ്ലിമിന്റെ പേര് അത് കാണാൻ പോകാൻ തീരുമാനിച്ചു. ഇന്നാരില്ലാതെ വൈകുന്നേരം രാജ്യത്തിൽ എന്തൊക്കെ ജനങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകളെ, നിങ്ങൾ അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാതിന്റെ വില ചെയ്ത് പഠിച്ച നിങ്ങൾ പിന്നെ എങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നത്? അമ്പലത്തിലെ ഉത്സവം കാണാൻ പോകുന്നത് പറ്റുമോ? അതുപോലെ മുസ്ലിമീങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നീ എന്തിനാണ് അമ്പലത്തിലെ ഉത്സവം കാണാൻ പോകുന്നത്? നിനക്ക് പള്ളിയിൽ പോയാൽ പോരെ, നിനക്ക് അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് അമ്പലത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ഉത്സവത്തിന് വേണ്ടി പോകുമ്പോൾ നീ വർഗീയവാദിയാകരുത്. ഒരു ഹിന്ദുവിന്റെ അമ്പലത്തിൽ പോകും, നീ കല്ലെറിയരുത്, നീ ചീത്ത പറയരുത്, തെറി പറയരുത്, റോഡ് ബ്ലോക്കാക്കരുത്. അത് നിനക്ക് ആവശ്യമില്ലാത്ത പണിയാണ്, പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ വർഗീയത ഉണ്ടാക്കരുത്. അതേ സമയത്ത് നിന്നോട് കൽപ്പിക്കപ്പെട്ടത് പള്ളിയിലേക്ക് പോകാനാണ്, അമ്പലത്തിൽ പോകാനല്ല. മുസ്ലിമേ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് നീ പോകേണ്ടത് എവിടെയാണ്? അള്ളാഹുവിലേക്കാണ് നീ പോകേണ്ടത്. അപ്പൊ നീ അള്ളാഹുവിനോട് തൗബ ചെയ്തോ, പടച്ചറപ്പിന് മുമ്പിൽ സൽക്കർമ്മം ചെയ്തോ, ഖുർആൻ ഓതിക്കോ, പ്രാർത്ഥിച്ചോ, സലാത്ത് ചൊല്ലിക്കോ, നീ മഹാന്മാരെ സമീപിച്ചോ, ഔലിയാക്കളെ മഖ്ബറ സിയാറത്ത് ചെയ്തോ, പണ്ഡിതന്മാരോട് അതാ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞോ, സംഘന്മാരോട് ദുആ ചെയ്യാൻ പറഞ്ഞോ. ഇനി ആരെങ്കിലും നിനക്ക് വല്ല ദിക്റും വേണ്ടി തന്നാൽ നീ വാങ്ങി കെട്ടിക്കോ, അല്ലെങ്കിൽ നിനക്ക് ദിക്ർ പറഞ്ഞു തന്നാൽ നീ ചൊല്ലിക്കോ, അല്ലെങ്കിൽ നിനക്ക് സലാത്ത് പറഞ്ഞു തന്നാൽ നീ പരിപാടിക്കോ, ഖുർആൻ ഓതാൻ പറഞ്ഞാൽ നീ ചെയ്തോ. പക്ഷെ പറയുന്നവൻ നല്ലവനെ ഇരിക്കണം, അതിന്റെ ഓർമ്മയിൽ വേണം.